നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്നിവിടെ ചർച്ചയുടെ വിഷയം വിശാഖം നക്ഷത്ര ജാതരുടെ ഏകദേശം 27 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള പ്രായത്തിൽ അവർക്ക് അനുഭവത്തിൽ വരാനിടയുള്ള പുതുദശാകാലത്തെക്കുറിച്ചുള്ള വിവരണമാണ്. ഏതൊരു വിശാഖ നക്ഷത്രജാതനും ജനിക്കുന്നത് വ്യാഴദശാകാലത്തിലാണ്. വ്യാഴദശാകാലത്തിൻ്റെ കാലദൈർഘ്യം എന്ന് പറയുന്നത് 16 വർഷമാണ്. എല്ലാ വിശാഖ നക്ഷത്രക്കാർക്കും 16 വർഷം വ്യാഴദശ കിട്ടില്ല. കാരണം ജനിക്കുന്ന സമയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റക്കുറച്ചിലുണ്ടാകും. ചിലപ്പോൾ 16 ദിവസം മാത്രമേ ഉള്ളൂ, ചിലപ്പോൾ 2 വർഷം കാണും, ചിലപ്പോൾ 5 വർഷം കാണും, ചിലപ്പോൾ 8 വർഷം കാണും. ഇങ്ങനെയുള്ള വ്യത്യാസം ഉണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിൽ വ്യാഴദശാകാലം 16 വർഷമാണെങ്കിൽ അതിൻ്റെ പാതി കാലഘട്ടത്തെ നമ്മളിവിടെ ഒരു കണക്കിന് വേണ്ടി എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വിശാഖ നക്ഷത്രജാതൻ ജനിക്കുന്നത് മുതൽ ജനനദിവസം മുതൽ ഏകദേശം 8 വയസ്സ് വരെ വ്യാഴദശാകാലമായിരിക്കും. തുടർന്ന് 8 വയസ്സ് മുതൽ 27 വയസ്സ് വരെ 19 വർഷം ശനിദശാകാലമായിരിക്കും. 27 വയസ്സ് വരെ 27 വയസ്സ് മുതൽ 44 വയസ്സ് വരെ 17 വർഷം ബുധദശാകാലമായിരിക്കും. ഈ ബുധദശാകാലം എന്ന് പറയുന്നത് വിശാഖ നക്ഷത്രജാതരെ സംബന്ധിച്ച് എങ്ങനെയൊക്കെയുള്ള ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാക്കി നൽകാൻ സാധ്യതയുള്ളത് എന്നാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത്. ഏതൊരു നക്ഷത്രജാതൻ്റെയും ദശാനാഥന്മാരായിട്ട് വരുന്ന ഗ്രഹങ്ങൾ ഗുണഫലം തരുമോ ദോഷഫലമാണോ തരിക എന്ന് കൃത്യമായി നിർണയിക്കുന്നത് അവരുടെ ജാതകത്തിൽ ഗ്രഹനിലയിൽ ദശാനാഥനായിട്ട് വരുന്ന ഗ്രഹം എങ്ങനെ നിൽക്കുന്നു, ശുഭനായിട്ട് നിൽക്കുന്നുവോ അശുഭനായിട്ട് നിൽക്കുന്നുവോ എന്നതിനെ ആശ്രയിച്ചാണ് അത് കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കുക. എന്നാൽ പോലും നമ്മളിവിടെ ഈ വിശാഖ നക്ഷത്രജാതരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർക്ക് ബുധൻ ശുഭനാണോ എന്ന് ചോദിച്ചാൽ ശുഭനാണെങ്കിൽ എന്തായിരിക്കും ഫലം? ബുധദശാകാലത്ത് ബുധൻ ശുഭനാണെങ്കിൽ വിശാഖ നക്ഷത്രജാതരെ സംബന്ധിച്ച് ഇവർക്ക് 27 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ബുധദശാകാലം വരുന്നുവെങ്കിൽ ബുധൻ ശുഭനാണെങ്കിൽ ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ജോലി ഒന്നും ആകാത്തവരെ സംബന്ധിച്ച് അവർക്ക് തീർച്ചയായിട്ടും ഒരു ജോലി കിട്ടിയിരിക്കും. സർക്കാർ സർവീസിലോ സ്വകാര്യ മേഖലയിലോ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടും. അവരുടെ വിവാഹം നടക്കും. പ്രത്യേകിച്ച് പ്രണയ വിവാഹങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ നടന്നു മാറും. പുത്ര സന്താന ഭാഗ്യം ഉണ്ടാകും. സന്താന ഭാഗ്യം പ്രതീക്ഷിക്കാം. വാഹന ഭാഗ്യം പ്രതീക്ഷിക്കാം. വിദേശയാത്രയ്ക്ക് അവസരമുണ്ടാകും. വിദേശത്ത് പഠിക്കുവാൻ പോകുവാനുള്ള സൗകര്യം കിട്ടും. ഗണിതശാസ്ത്രം, സംഗീതം, നൃത്തം, കഥാരചന, നാടകം, സിനിമ പോലെയുള്ള ഏത് മേഖലയിൽ കൈവച്ചാലും ആ മേഖലയിലെല്ലാം വൻ പ്രശസ്തിയും വിജയവും ഉണ്ടാകും. അതുപോലെ തന്നെ പാട്ടുകളൊക്കെ എഴുതാൻ സാധിക്കുക, കവിത എഴുതാൻ സാധിക്കുക, കൂടുതൽ ഭാവനാശക്തി വർദ്ധിക്കും. സംസാരിക്കുമ്പം ഒരു രസകരമായ രീതിയിൽ സംസാരിക്കാൻ സാധിക്കും. മറ്റുള്ളവർക്ക് താല്പര്യം തോന്നുന്ന രീതിയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുവാൻ സാധിക്കും. കുടുംബ പ്രശ്നങ്ങളിലൊക്കെ ഉത്തമമായിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ സാധിക്കും. ആഗ്രഹിക്കുന്ന വ്യക്തിയെ ജീവിത പങ്കാളിയാക്കുവാനും അതിനെ തുടർന്ന് ഒരു കുഞ്ഞ് ഉണ്ടാകുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. പുതിയതായിട്ടുള്ള വീട്ടിലേക്ക് മാറി താമസിക്കാൻ അവസരമുണ്ടാകും. പുതിയ വാഹനത്തിൽ കയറി സഞ്ചരിക്കുവാൻ അവസരമുണ്ടാകും. എന്തിനേറെ പറയുന്നു, ആകാശയാത്ര വിമാനത്തിലും ജലത്തിലും ബോട്ടിലും ഒക്കെ യാത്ര ചെയ്യാനുള്ള അവസരങ്ങളും സ്വർണ്ണാഭരണങ്ങളുടെയും വിശേഷപ്പെട്ട വസ്ത്രങ്ങളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും പ്രാപ്തി വേണ്ട. സുഗന്ധദ്രവ്യങ്ങളൊക്കെ മാറി കിട്ടും. അതുപോലെ തന്നെ വില കൂടിയ ആടയാഭരണങ്ങൾ, പുരുഷന്മാരാണെങ്കിലും വില കൂടിയൊരു വാച്ച് കിട്ടുക, അല്ലെങ്കിൽ ഒരു കണ്ണട കിട്ടുക, അങ്ങനെ വില കൂടിയ ആടയാഭരണങ്ങളൊക്കെ ലഭിക്കുക. കലാകാരന്മാരുമായിട്ടോ അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്നവരുമായിട്ടൊക്കെ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുക, ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുക, അവരുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കാൻ പറ്റുക. ഇങ്ങനെ ബുധൻ അനുകൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന് പറയാം. എല്ലാ സുഖഭോഗങ്ങളും ബുധൻ തരും. ആൺപിള്ളേരാണെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ കൂടുതൽ സ്ത്രീകൾ ആൺകുട്ടികളെ ഇഷ്ടപ്പെടാനിടയുണ്ട്. പെൺകുട്ടികളാണെങ്കിൽ ഒന്നിൽ കൂടുതൽ പുരുഷന്മാരെ അവർ ഇഷ്ടപ്പെടാനിടയുണ്ട്. അതായത് പൊതുവെ ഒരു വശ്യത, ഒരു ആകർഷണീയത ഈ ദശാനാഥൻ ഈ കാലഘട്ടം അനുഭവിക്കുന്നവരിലേക്ക്
സ്വാധീനിക്കുന്നു. വളരെയേറെ ശാന്തമായ സ്വഭാവം, ശാന്തതയോടുള്ള സംസാരം, വിവേകത്തോടു കൂടിയുള്ള പെരുമാറ്റം, വിശേഷ ബുദ്ധിയുടെ പ്രകടനമാകുന്ന രീതിയിൽ തന്നെ ഏതെങ്കിലുമൊക്കെ കീറാമുട്ടിയായ കാര്യങ്ങളിൽ ഇടപെടാനോ വിജയിപ്പിച്ചെടുക്കാനുള്ള കഴിവ്, വളരെ മനോഹരമായി എന്തെങ്കിലും എഴുതാൻ സാധിക്കുക, വളരെ മോശമായ കൈയക്ഷരമാണെങ്കിലും ഈ കാലഘട്ടത്തിൽ എഴുതിയാൽ മുൻകാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ വൃത്തിയുള്ളതായിരിക്കും. അപ്പം ബുധൻ അനുകൂലമായാൽ അമ്മയുടെ സഹോദരന്മാരിൽ നിന്നുള്ള ധനലാഭം മുതൽ ഏറ്റവും കൂടുതൽ സദ്ഫലങ്ങൾ പറയാം. സദ്ഫലങ്ങൾ തന്നെയാണ് പറയാൻ പറ്റുക. ഉപരിപഠനത്തിന് വിദേശത്ത് പോകുന്നത് മുതൽ വിദേശത്ത് ജോലിക്ക് പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ബുധൻ്റെ സ്വാധീനം പ്രകടമായിക്കൊണ്ടേയിരിക്കും. ഇനി ബുധൻ നീചനാണെന്ന് വയ്ക്കുക, എന്തായിരിക്കും ഫലം? ഉള്ള ജോലിയിൽ തന്നെ പ്രശ്നങ്ങളാകും. ജോലിയിൽ തന്നെ എന്തെങ്കിലും എഴുതിയത് തെറ്റിപ്പോവുക, അല്ലെങ്കിൽ ഒരിക്കലും എഴുതാൻ പാടില്ലാത്തത് എഴുതുക, വ്യാജരേഖ ചമയ്ക്കുക, എഴുത്തുകളിൽ തെറ്റുപറ്റുക, ആശയവിനിമയത്തിൽ അപാകത വരിക, മേലധികാരികളോടൊക്കെ തർക്കിക്കുവാൻ വളരെ പെട്ടെന്ന് കോപം വരിക മാത്രമല്ല, കോപാധിക്യം കൊണ്ട് സംസാരിച്ച് വരുമ്പോൾ അതിൽ അസഭ്യം വരും, സഭ്യത മാറി അസഭ്യം വരും. ചിലരെ സംബന്ധിച്ച് നല്ലപോലെ നീതനായിട്ടുള്ള ബുധനാണെങ്കിൽ പച്ചത്തെറിയായിരിക്കും പറയുന്നത്. അത് വീട്ടിലുള്ള ഭാര്യയോടായാലും മക്കളോടായാലും ഭർത്താവിനോടായാലും ആരോടായാലും. എന്നിട്ട് അവർ പറയുന്ന ന്യായീകരണം ഞാൻ ദേഷ്യം വന്നപ്പോൾ അങ്ങ് പറഞ്ഞു പോയെന്നാണ്. അത്തരത്തിൽ അസഭ്യം പറയേണ്ടി വരിക, തെറിവാക്കുകൾ ഉച്ചരിക്കേണ്ടി വരിക. അവർക്ക് അനുകൂലമായിട്ട് വരുന്ന ഏതെങ്കിലും നല്ല കാര്യത്തെ പോലും സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ വീക്ഷിച്ച് അവ നഷ്ടപ്പെടുത്തുക. ഉദാഹരണം പറഞ്ഞാൽ എന്താ പറയുക, ഇവിടെ എറണാകുളത്ത് താമസിക്കുന്ന ഒരാൾ, ഈ ആളിന് രാജസ്ഥാനിലോ അല്ലെങ്കിൽ ഭൂട്ടാനിലോ എവിടെ നിന്നെങ്കിലും ഒരു ജോലിക്ക് ഒരു ഉത്തരവ് വരുന്നു വിചാരിക്കുക. ഒരു ജോലിക്കുള്ള ഉത്തരവ് വരും. അത് അവരാരെങ്കിലും കാണിക്കുമ്പോൾ അവർ പറയാൻ അവിടെ ചെന്നാൽ അവിടെ കിഡ്നി എടുപ്പ് റാക്കറ്റ് സജീവമാണ്, നീ പുറത്തിറങ്ങിയാൽ നിൻ്റെ കിഡ്നി എടുക്കും എന്ന് ചുമ്മാതെ പറഞ്ഞാൽ മതി. അവരത് ഏകദേശം മനസ്സിലിട്ട് വളർത്തിയിട്ട് അവിടെ പോയാൽ ഒരു പക്ഷേ എൻ്റെ കിഡ്നി പോകാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ജോലി വേണ്ടെന്ന് വെക്കും. എന്ന് പറഞ്ഞതുപോലെ തെറ്റായ ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാനും നീചനായിട്ടുള്ള ബുധൻ്റെ കാലഘട്ടത്തിൽ സാധ്യതയുണ്ട്. നമുക്ക് ബോധ്യപ്പെടുന്നതായിരിക്കുന്നൊന്നും ആയിരിക്കത്തില്ല നമ്മൾ എടുക്കുന്ന തീരുമാനത്തെ ആശ്രയിക്കുന്നത്. ആരൊക്കെയോ എന്തൊക്കെയോ പറയണം, നമ്മളത് കേട്ട് അതിനെ പുച്ഛിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുക. വേദഗ്രന്ഥങ്ങൾ, വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ അതിലെഴുതി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ വന്നിരിക്കുന്ന സാരാംശത്തെ പാടെ തള്ളി മാറ്റിക്കൊണ്ട് അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു സമ്പ്രദായം ബുധൻ നീചനായാലുണ്ടാകും. വിദ്യാഭ്യാസത്തിൽ പരാജയം പ്രതീക്ഷിക്കാം. ചുരുക്കത്തിൽ ബുധൻ നീചനായി കഴിഞ്ഞാൽ സർവത്ര ഉഴപ്പാണെന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം വാക്കിൻ്റെയും നാക്കിൻ്റെയും നാഥനാണ് ബുധൻ. പക്ഷാഘാതം വരുന്നു, സ്ട്രോക്ക് വരുന്നു, നാക്ക് ചലിപ്പിക്കാൻ പറ്റാതെ വരുന്നു, ബുധനെ കൊണ്ട് ചിന്തിക്കാം ആ ബലം ബുധനെ കൊണ്ട് ചിന്തിക്കാം. ഇനി അതല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് നാക്കനക്കാൻ പറ്റാതെ വരുന്നു, ഇതുവരെ നമ്മൾ പറയും ചരരാശിയിൽ ബുധൻ നീചനാണ് എന്ന് പറയും. അപ്പോൾ വാക്കിൻ്റെയും നാക്കിൻ്റെയും അറിവിൻ്റെയും വിവേകത്തിൻ്റെയും വിദ്യയുടെയും നാഥന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബുധൻ അനുകൂലമായി വന്നാൽ ഈ പറയുന്ന മേഖലകളിലെല്ലാം നമുക്ക് നേട്ടമുണ്ടാകും. ബുധൻ പ്രതികൂലനാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും നമുക്ക് പ്രശ്നങ്ങളാണ്. അമ്മാവന്മാരുമായിട്ട് സ്വർണം അല്ലെങ്കിൽ സ്വർണത്തെ സംബന്ധിച്ച് സ്വത്തിനെ സംബന്ധിച്ച് തർക്കം വരിക, അത് കോടതിയിലേക്ക് പോവുക. കോടതിയിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ എന്തെങ്കിലും നമ്മൾ പറയാൻ പാടില്ലാത്തതാണെങ്കിലും അത് വിളിച്ച് പറയാം. അപ്പോൾ നമ്മുടെ മൊഴി കൊണ്ടായിരിക്കും അത് ഏറ്റവും വലിയ കേസ് ഫെയിലാണ്. അതാണ് നേരത്തെ പറഞ്ഞത് നാക്കിൻ്റെയും വാക്കിൻ്റെയും നാഥൻ. ഏതെങ്കിലും സ്ത്രീകളോടൊരു താല്പര്യം തോന്നുന്നു, അല്ലെങ്കിൽ പുരുഷന്മാരോട് താല്പര്യം തോന്നുന്നു, ഒരിക്കലും അവരോട് തോന്നാൻ പാടില്ലാത്തതായിരിക്കും. അവർ വളരെയേറെ സോഷ്യലായിട്ട് ഇടപെടുന്നതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. അവരോട് നമ്മൾ എന്നേച്ചും ഒരവസരത്തിൽ നമ്മളുടെ ഇംഗിതം അറിയിക്കുന്നു. അവരത് കേട്ട് ഞെട്ടി ഷോക്കേറ്റ് ലോകം മുഴുവൻ അറിയിക്കുന്നു. ചുരുക്കത്തിൽ അപകീർത്തിയായി. എന്താ കാര്യം? ഒരു കാര്യമില്ല. ഇങ്ങനെയൊക്കെയുള്ള തിക്താനുഭവങ്ങൾ ബുധൻ നീചനായാൽ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ബുധൻ നീചനായിട്ട് വരുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് 27 വയസ്സ് മുതൽ 44 വയസ്സ് വരെയാണ്. അപ്പോൾ ഏകദേശം ജീവിതത്തിൻ്റെ ഒരു
പ്രധാനപ്പെട്ട കടമ്പ 25 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട കടമ്പ കടന്ന് ഏകദേശം പക്വത ആർജിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ബുധൻ അനുകൂലമായിട്ട് വരുന്നെങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങളും, ബുധൻ പ്രതികൂലമായിട്ട് വരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള ദുഷ്കീർത്തി അടക്കമുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് പ്രാരംഭത്തിൽ മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ചും ഈ നക്ഷത്രജാതരുടെ തുടർന്നുള്ള ദശാകാലങ്ങളെക്കുറിച്ചൊക്കെ പുതിയ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, ബുധൻ നീചനാണെങ്കിൽ ജ്യോതിഷപരമായിട്ട് എന്താണ് പറയാൻ പറ്റുന്നൊരു ദോഷപരിഹാരം? ബുധനാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക, പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, തുളസിമാല, തുളസിതല അർച്ചന തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ സമർപ്പിക്കുക, ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക, പ്രാർത്ഥിക്കുക. പിന്നെ ബുധൻ നീചനാണെങ്കിൽ നമ്മൾ ഏത് കാര്യത്തിലും എഴുതി ഒപ്പിടേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കേണ്ടി വരുമ്പോഴൊക്കെ വളരെ ശ്രദ്ധ വേണം. അതുപോലെ ഇന്നത്തെ കാലത്ത് പിന്നെ ഇലക്ട്രോണിക് മാധ്യമങ്ങളൊക്കെ സജീവമാണ്. എതിർലിംഗത്തിൽപ്പെട്ടവർക്കോ മേലുദ്യോഗസ്ഥന്മാർക്കോ ഒക്കെ നമ്മളൊരു കത്തയക്കുമ്പോൾ, ഒരു മെയിൽ അയക്കുമ്പോൾ, ഒരു മെസ്സേജ് അയക്കുമ്പോഴൊക്കെ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും വേണം. ബുധൻ നീചനാണെങ്കിൽ മെസ്സേജുകളെ ചൊല്ലിയൊക്കെ കലഹവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. മെസ്സേജ് എന്ന് പറഞ്ഞാൽ എഴുത്ത്, അക്ഷരങ്ങളെ ചൊല്ലി, എഴുത്തിനെ ചൊല്ലി, അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അയക്കുമെന്ന് വിചാരിക്കുക, ശബ്ദം, അതും വാക്കുകളാണ് അതിൽ ക്രോഡീകരിച്ചിരിക്കുന്നത്. അപ്പം നമ്മളുടെ നാക്കിലും വാക്കിനും പിഴവ് പറ്റാതിരിക്കാൻ ബുധദശാകാലത്ത് ശ്രദ്ധിക്കണം. നല്ല ബുധദശാകാലമാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഉപരിപഠന സാധ്യത മുതൽ വില കൂടിയ വാഹനങ്ങളുടെ ലഭ്യത വരെ ഉള്ള സാമ്പത്തിക ഉന്നതി, സാമ്പത്തികമായിട്ട് ഹൈ ലെവലിൽ പോകുന്ന തരത്തിൽ നമ്മൾ ഉയർത്താൻ പറ്റും. കാരണം കൂടുതലായിട്ടും കണക്ക് ശാസ്ത്രത്തിൽ പ്രാഗൽഭ്യം നേടിയിരിക്കുന്നവർ, ചെസ്സ് കളികളിൽ പ്രാഗൽഭ്യം നേടുന്നവർ, ബാങ്കിങ് മേഖലയിൽ പ്രാഗൽഭ്യം നേടുന്നവർ, ചാർട്ടേഡ് അക്കൗണ്ടൻസി വിഭാഗത്തിൽ പ്രാഗൽഭ്യം നേടുന്നവർ, ഇൻഷുറൻസ് പോലെയുള്ള മേഖലകളിൽ പ്രാഗൽഭ്യം നേടുന്നവർ, റവന്യൂ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രാഗൽഭ്യം നേടുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരുടെയൊക്കെ ജാതകം പരിശോധിച്ചാൽ ഇവരെയൊക്കെ സംബന്ധിച്ച് ഇവർക്ക് ഏകദേശം ബുധൻ അനുകൂലത്തിലാണ് എന്ന് മനസ്സിലാക്കാം. ഗായകന്മാർ, കഥയെഴുത്തുകാർ, സിനിമാ പിടുത്തക്കാർ, ഇവരെയൊക്കെ സംബന്ധിച്ച് ബുധൻ്റെ അനുകൂലത അല്ലെങ്കിൽ ബുധൻ്റെ അനുകൂല ഭാവം അവർക്ക് ലഭിക്കുന്നില്ല എങ്കിൽ എഴുത്തും വായനയും നടക്കില്ല. ജ്യോതിഷപരമായിട്ട് പറഞ്ഞാൽ സർഗസൃഷ്ടി നടക്കില്ല, രചന വൈഭവം ഉണ്ടാവില്ല. സങ്കല്പിച്ചുകൊണ്ട് ഒരു കഥയും കഥാപാത്രങ്ങളെയും സങ്കല്പിച്ചുകൊണ്ട് എഴുതി തീർക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ബുധനാണ് ഭാവനാസമ്പന്നനായ കലാകാരൻ, അല്ലെങ്കിൽ സുന്ദരനായ ഒരു ദേവൻ എന്നൊക്കെയാണ് ബുധനെ വിശേഷിപ്പിക്കുന്നത്. ആ ബുധനെ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന എല്ലാ സ്വഭാവ സവിശേഷതകളും ബുധൻ്റെ ദശാകാലത്തിൽ ബുധൻ സ്വാധീനിക്കുന്ന സമയത്ത് നമ്മളിലും അനുഭവപ്പെടും. അത് അനുകൂലമാണെങ്കിൽ, ജാതകത്തിൽ അനുകൂലമാണ് ബുധനെങ്കിൽ, എല്ലാ ശ്രേയസ്സും മേന്മയും സൽകീർത്തിയും ധനധാന്യ സമ്പൽ സമൃദ്ധിയും അഷ്ടൈശ്വര്യങ്ങളും സിദ്ധിക്കും. ബുധൻ നീചനാണെങ്കിൽ തൊടുന്നതെല്ലാം പ്രശ്നമാണ്. ഭസ്മാസുരൻ്റെ അവസ്ഥ പറഞ്ഞ കണക്കാണ്. എന്തെവിടെ തൊട്ടത് അതെല്ലാം ഭസ്മാവുന്ന അവസ്ഥയാണ്. ഒരു ഭാഗ്യം കെട്ടവൻ എന്നുള്ള പേര് പോലും ഈ കാലഘട്ടത്തിൽ വീണാൽ അത്ഭുതപ്പെടാനില്ല. ഇനിയും നമുക്ക് ഈ നക്ഷത്രാതിരെ സംബന്ധിച്ച് കൂടുതൽ ദശാകാലങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളുമായിട്ട് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.